മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. ലീഗ് ഭരിക്കും കേരള നാട്ടിൽ ലീഗ് പറയും നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ആൺപിള്ളേരത് ചോദ്യം ചെയ്യുമെന്ന് കൃത്യമായിട്ട് ലീഗ് തിരിച്ചറിഞ്ഞ സുന്ദരമായ ദിവസങ്ങളിലൂടെയാണ് കേരളം മുന്നോട്ട് പോകുന്നത്. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കോടതി മരവിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് മന്ത്രി പറയുന്നത് എന്നൊന്ന് കേൾക്കാം. അതിനുശേഷം ഷോൺ ജോർജ് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് എന്താണ് കോടതിക്ക് മുമ്പാകെ സമർപ്പിച്ചത് എന്നും പരിശോധിക്കാം. ലീഗ് മന്ത്രി പറയുന്നതൊന്ന് കേട്ടു നോക്കൂ. സംസ്ഥാന വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങളെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് പ്രവർത്തിക്കുന്നതിനെ ഇനി കോടതി വിധി വരുന്നത് വരെ മരവിപ്പിച്ചിരിക്കുകയാണ്. വഖഫ് ബോർഡ് നിലവിലുള്ള വഖഫ് ബോർഡിനെതിരായി 4 ഹർജികൾ കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നു. 4 വ്യത്യസ്തമായ ഹർജികൾ. അപ്പം അതിൻ്റെ പൊതുവിലുള്ള കാര്യങ്ങൾ നിലവിലുള്ള വഖഫ് ആക്ട്, ഉമ്മീദ് ആക്ട്, വഖഫ് ആക്ട് പ്രകാരമല്ല കേരളത്തിലെ വഖഫ് ബോർഡ് പുനഃസംഘടിപ്പിച്ചിട്ടുള്ളത് എന്നും അതിനാൽ ഈ വഖഫ് ബോർഡിന് വാലിഡിറ്റി ഇല്ല, ഈ വഖഫ് ബോർഡിനെയും അതിൻ്റെ തീരുമാനങ്ങളെയൊക്കെ ദുർബലപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹർജികൾ ഹൈക്കോടതി മുമ്പാകെ വന്നത്. അപ്പോൾ ആ ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് ഹൈക്കോടതി ഇപ്രകാരം ബോർഡിൻ്റെ തുടർ പ്രവർത്തനങ്ങളെ തടഞ്ഞുകൊണ്ടുള്ള ഒരു ഉത്തരവ് സർക്കാരിനോട് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായി ജോയിൻറ്റ് സെക്രട്ടറി റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ നിയമിക്കാനും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഈ കേസ് വന്നപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒപ്പീനിയൻ കോടതി മുമ്പാകെ പറഞ്ഞത് നിയമാനുസൃതം ഈ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ, നിയമാനുസൃതം ഇത് പുനഃസംവിധാനം ചെയ്യാൻ, അതായത് ഹൈക്കോടതി കണ്ട കാര്യം വഖഫ് ബോർഡിൻ്റെ നോമിനേഷൻ നോംസ് പ്രകാരമല്ല എന്നുള്ളതാണ്. അപ്പോൾ നിയമാനുസൃതം നോംസ് പ്രകാരം ഈ വഖഫ് ബോർഡിലേക്ക് ഓരോരുത്തരെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഓരോ കോട്ടയിൽ നിന്നാണ് അതിലേക്ക് ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് പ്രകാരമല്ല എന്നുള്ളതാണ് കഴിഞ്ഞ ഗവൺമെൻറ് പുനഃസംഘടിപ്പിച്ച വഖഫ് ബോർഡിനെ കുറിച്ചുള്ള ആക്ഷേപം. അപ്പോൾ ഞങ്ങൾ അത് കൃത്യമായി പാലിച്ചുകൊണ്ട്, കോടതിയുടെ മേൽനോട്ടത്തിലിരിക്കുന്ന കാര്യമല്ലേ, പാലിച്ചുകൊണ്ട് പുനഃസംവിധാനം ചെയ്യാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന്, ഗവൺമെൻറ് ഒരുക്കമാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. നിങ്ങൾ കേട്ടില്ലേ? കൃത്യമായിട്ട് മുസ്ലിം ലീഗ് മന്ത്രി പറയുന്നുണ്ട്, നിയമപരമായിട്ടാണ് കോടതിയാണ് ഇടപെട്ടത്, മരവിപ്പിച്ചതാണ്. വഖഫ് ബോർഡിന്റെ നിലവിലെ പ്രവർത്തനങ്ങൾ കോടതിയാണ് മരവിപ്പിച്ചത്. സകല മലയാളികളും തിരിച്ചറിയാ, തെരുവിലിറങ്ങി ആക്രമണം നടത്തിയതല്ല, ആക്രോശങ്ങൾ നടത്തിയതല്ല, ഗുണ്ടാ ആക്രമണങ്ങൾ നടത്തിയതല്ല. നിയമപരമായിട്ട് BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ ഷോൺ ജോർജ് കോടതിയെ സമീപിച്ചതാണ്. അദ്ദേഹം കോടതിയെ സമീപിച്ചതുമായി ബന്ധപ്പെട്ട് BJPയുടെ കേരളത്തിലെ ഒഫീഷ്യൽ പേജില് കൃത്യമായിട്ട് വിവരങ്ങൾ വന്നിട്ടുണ്ട്. ഞാനതൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കേന്ദ്ര നിയമങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച കേരള വഖഫ് ബോർഡിന്റെ പ്രവർത്തനം കേരള ഹൈക്കോടതി താൽക്കാലികമായി മരവിപ്പിച്ചു. കേന്ദ്ര വഖഫ് നിയമത്തിലെ സുപ്രധാന വ്യവസ്ഥകൾ സംസ്ഥാന വഖഫ് ബോർഡ് ലംഘിച്ചുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് കോടതിയുടെ ഈ നിർണായക ഉത്തരവ്. BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതി ഈ നടപടി സ്വീകരിച്ചത്. മുൻ UPA സർക്കാർ വഖഫ് ബോർഡിന് നൽകിയ അമിതാധികാരങ്ങൾ പരിമിതപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ ഏകകണ്ഠ്യേന പ്രമേയം പാസ്സാക്കിയ ചരിത്രമാണ് കേരള നിയമസഭയ്ക്കുള്ളത്. ഇടത് വലത് മുന്നണികൾ ഒരുപോലെ തുടർന്നു വന്ന ഈ നിയമലംഘനത്തിനാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. കോടതിയിൽ നിന്ന് തിരിച്ചടി ലഭിച്ചതോടെ കേന്ദ്ര നിയമം പാലിക്കാൻ തയ്യാറാണെന്ന് ഒടുവിൽ സംസ്ഥാന സർക്കാരിന് കോടതിയെ അറിയിക്കേണ്ടി വന്നിരിക്കുകയാണ്. വോട്ട് ബാങ്ക് പ്രീണനത്തിനായി പാർലമെന്റ് പാസ്സാക്കിയ നിയമങ്ങളെ അട്ടിമറിക്കുന്ന സമീപനം ഇരു മുന്നണികളും അവസാനിപ്പിക്കണം. സംസ്ഥാന സർക്കാരും ഇടതു മുന്നണിയും രാജ്യത്തെ ഭരണഘടനയെയും നിയമവ്യവസ്ഥയെയും മാനിക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണം. രാജ്യത്തിന്റെ അകത്താണ് കേരളം എന്നുള്ളത് കേരളത്തിലെ ചില ആളുകൾക്ക് കൃത്യമായിട്ട് വീണ്ടും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ടും പുറത്തു വന്നിട്ടുള്ളത്. എന്ത് രാജ്യത്ത് നടപ്പിലാക്കുകയാണെങ്കിലോ അത് ഇങ്ങോട്ടേക്ക് വേണ്ട
കേരളത്തിൽ നടപ്പില്ല എന്നൊക്കെ പറഞ്ഞു കുറെ ആളുകൾ ഉറഞ്ഞു തുള്ളാറുണ്ട്. അവരൊക്കെ ഇപ്പോ എന്തു പറയുന്നു? വഖഫ് ബോർഡില് ഇതര മതസ്ഥരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് കോടതിയെ സമീപിച്ച് ഹർജിക്കാരൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അത് തന്നെയാണ് BJPയുടെ ഒഫീഷ്യൽ പേജിലും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുള്ളത്. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് മുസ്ലിം ലീഗിന്റെ മന്ത്രി രംഗത്ത് വന്നത്. രാജ്യത്തെ നിയമമാണ്. ഇത് പറയുമ്പോഴേക്ക് ഒരുപാട് ആളുകൾ വഖഫ് ബോർഡിൽ ഇത്തര മതസ്ഥരോ എന്നൊക്കെ ചോദിച്ച് ഉറഞ്ഞു തുള്ളും. ഇത്തരം ആളുകൾ ഉറഞ്ഞു തുള്ളുന്നതിന് മുമ്പേ ആയിട്ട് ആദ്യം സ്വയം ഒന്ന് ചിന്തിക്കാം. ഇവിടെയുള്ള സാധാരണ മുസ്ലിങ്ങൾക്ക് ലക്ഷം കോടി ആസ്തിയുള്ള വഖഫ് ബോർഡിൽ നിന്ന് എന്താണ് ഇവിടെ സാധാരണ മുസ്ലിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് ഉത്തരം വട്ടപൂജ്യം. ഈ നമ്മുടെ കേരളത്തിൽ തന്നെ ഉള്ള മുസ്ലിങ്ങളിൽ 90% ആളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആനുകൂല്യങ്ങളുണ്ടോ? ഇനി അതവിടെ നിൽക്കട്ടെ. മറ്റൊരു സുന്ദരമായ ജനാധിപത്യപരമായൊരു ചോദ്യം ചോദിക്കാനല്ലേ, ലോകത്തെ ഏത് ജനാധിപത്യ രാജ്യത്താണ് വഖഫ് ബോർഡ് ഉള്ളത്? അതായത് ഒരു മതത്തിന് മാത്രമായിട്ട് പ്രത്യേക നിയമങ്ങളും കാണുന്നതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാനുള്ള അധികാരവുമുള്ള ഒരു വഖഫ് ബോർഡ് സംവിധാനം ലോകത്ത് ഏത് ജനാധിപത്യ രാജ്യത്താണുള്ളത്? ഒരു ജനാധിപത്യ രാജ്യത്തുള്ള. ഇവിടെ ഒരു ഹിന്ദു ബോർഡ്, അതായത് വഖഫ് ബോർഡ് പോലെ കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ഹിന്ദു ബോർഡ് രാജ്യത്തുണ്ടായി കഴിഞ്ഞാൽ ഈ വഖഫ് ബോർഡിന് വേണ്ടി ഇപ്പോ അലമുറ നടത്തുന്ന ആളുകൾ എന്ത് പറയും? ഇവിടെ ഒരു ക്രിസ്ത്യൻ ബോർഡ് കാണുന്നതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കാനുള്ള ഒരു ക്രിസ്ത്യൻ ബോർഡ് ഉണ്ടായിരുന്നെങ്കിൽ വഖഫ് ബോർഡിന് വേണ്ടി അലമുറയിടുന്ന ആളുകൾ എന്തു പറയുന്നു? നമ്മുടെ രാജ്യത്ത് മതേതരത്വമാണെങ്കിൽ എല്ലാ മതങ്ങൾക്കും സ്വാതന്ത്ര്യം ഒരുപോലെയല്ലേ വേണ്ടത്? ഇതൊക്കെ ലളിതമായ ചോദ്യങ്ങളാണ്. കാണുന്നതൊക്കെ തന്നെ വെട്ടിപ്പിടിക്കുക എന്നുള്ള അധികാരത്തെ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. അതിനി നടപ്പില്ല എന്നും തന്നെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി ചാടി വീഴുന്ന ആളുകൾ, വഖഫ് ബോർഡിൽ ഇങ്ങനെയോ എന്നൊക്കെ പറഞ്ഞ് ചാടി വീഴുന്ന ആളുകൾ ലളിതമായി ചിന്തിച്ചാൽ മതി. ഇതുപോലെ ബോർഡ് ഇവിടെ ഹിന്ദു ബോർഡുണ്ടോ, ക്രിസ്ത്യൻ ബോർഡുണ്ടോ? കാണുന്നതൊക്കെ വെട്ടിപ്പിടിക്കാനും എന്തെങ്കിലും പരാതിയാണെങ്കിൽ അതിന് പ്രത്യേകമായ കോടതി, ഏത് ബോർഡിൻ്റെതായ ചോദ്യങ്ങൾ ഉന്നയിക്കാൻ ബോർഡിൽ തന്നെ പോകണം എന്നുള്ള തരത്തിലൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഒരു ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവർക്കും ഒരുപോലെയല്ലേ കാര്യങ്ങൾ മുന്നോട്ട് പോവേണ്ടത്? ഇനി ഇവിടെ വളരെ വ്യക്തമാണ്, രാജ്യത്തെ നിയമങ്ങളാണ് പാലിക്കാൻ പറഞ്ഞുകൊണ്ട് BJP ഒരു ഭാഗത്ത് എത്തിയിട്ടുള്ളത്. മുസ്ലിം ലീഗ് അത് പാലിച്ചോളാമെന്നു കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഏതായാലും വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ തന്നെ അവസാനിച്ചു എന്നുള്ളതുമല്ലേ വളരെ വലിയ യാഥാർത്ഥ്യം. ഏതായാലും മുസ്ലിം ലീഗ് ഭരിക്കും കേരള നാട്ടിൽ, ലീഗ് പറയും നിയമങ്ങൾ അങ്ങനെ അങ്ങ് നടപ്പിലാവില്ല എന്നുള്ളത് ചുണക്കുട്ടികൾ ലീഗിനെ അറിയിച്ചത് സകല ആളുകളും തിരിച്ചറിയുക.